ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് കേട്ടോ. ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുറേ നാളായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയത്. അപ്പോൾ ഇത് തൊട്ടിപ്പാലം തൂക്കുപാലത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു ഒരു എന്താ പറയുക, കാഴ്ച കാണാൻ നല്ല രസമാണ്. ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ നടക്കെത്തുമ്പം നന്നായിട്ട് ഈ പാലം കിടന്ന് ആടും. പിന്നെ ഒരുപാട് പേര് കയറിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഇട്ടുന്ന ഒരു ആട്ടുകയും ചെയ്യും. ഞങ്ങൾ കയറിയപ്പോൾ നന്നായിട്ട് ആട്ടുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു. അന്ന് നമ്മൾ അവിടെ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഒരു പുഴ, ആ പുഴയുടെ അവിടെ ഇരുന്ന് നമുക്ക് കാല് കഴുകാം, വെള്ളത്തിൽ ഇറങ്ങാമൊക്കെ ചെയ്യാം. ഞാൻ ഇറങ്ങിയില്ല. സുക്കുമ്പി കാക്കായും കൂടെ അവിടെ പോയി കുറേ നേരം എന്തൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ പിന്നെ തിരിച്ച് വരാണ്ട് നമ്മൾ തിരിച്ച് നടക്കാണ്. സത്യം പറഞ്ഞെങ്കിൽ നല്ല പേടിയുണ്ട്, പക്ഷേ എൻ്റെ മുഖത്തിന് അത് പ്രകടിപ്പിച്ചില്ല. ഈ കാക്കാനെ സുക്കുമ്പിനെ ഇട്ടിട്ട് ഞാൻ വിട്ടടിച്ച് പോകുന്നു കേട്ടോ. എനിക്ക് വീഡിയോയൊക്കെ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടടിച്ച് പോകുന്നു. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ നടന്ന് ഒരുപാട് നേരം കണ്ടു. പിന്നെ നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കാക്കായും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സുക്കുമ്പിയും നടന്ന് വരുന്ന വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞതുകൊണ്ട് അവൻ്റെയും ഒരു വീഡിയോയൊക്കെ പിടിച്ചിട്ടു. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് മുട്ട ബജി, മുളക് ബജി, അങ്ങനത്തെ ബജി ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നേരമായിട്ട് പൊരിച്ച് വെച്ചിരുന്ന ടേസ്റ്റ് ഉണ്ടായില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ദേ ഒരു പൈനാപ്പിൾ മറ്റേ ഉപ്പും മുളകൊക്കെ ഇട്ടത് അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഭയങ്കര പ്രാന്താണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാട്ടിലോട്ടാണ് കേട്ടോ. പൂയംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഈ ഒരു സ്ഥലപ്പേര് പോലും ഞാൻ പൂയംകുട്ടി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇക്കായാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോണതാണ്. പോണ വഴിക്കാണ് തട്ടേക്കാട് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ സുക്കുമ്പിക്ക് അപ്പോഴത്തേക്കും വയറുവേദന തുടങ്ങി. എന്താണെന്നറിയില്ല, പെട്ടെന്ന് വയറുവേദന എടുക്കണം. നമ്മൾ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര അടച്ചിലായിരുന്നു. ഇവനെയും കൊണ്ട് എവിടെ പോയാലും ഇങ്ങനെ അടഞ്ഞാണ് പോയും വരുന്നതൊക്കെ. പിന്നെ നമ്മൾ ബൈക്കിനാട്ടോ പോയത്. ബൈക്കിന് പോകുമ്പോഴാണ് പ്രത്യേക വൈബായിട്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ബൈക്കിന് പോകുമ്പം അതിൻ്റെതായ രീതിക്ക് നമുക്ക് കാടും മലയും കുന്നും എല്ലാം കാണാൻ പറ്റും. നല്ല രസമാണ്. എന്താണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നവരാണെങ്കിൽ ബൈക്കിന് പോകണതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നന്നായിട്ടിരുന്ന് കാണാം, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ കാട്ടിക്കൂടെ നടന്നു. പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇവിടെയും ഉണ്ട് ഒരു പുഴ, ഒരു പാലമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. ഇറങ്ങാൻ ചെന്നെ ഇവിടുത്തെ ചേട്ടന്മാർ കുളിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ ശല്യപ്പെടുത്തരുതല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ പോണ വഴിക്കൊക്കെ പുഴ കേട്ടോ. എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. വെള്ളം എന്ന് പറയണമെങ്കിൽ ഭയങ്കര പേടി. ഞാൻ ഇറങ്ങൂല കേട്ടോ. സുക്കുമ്പിക്കാണെങ്കിൽ ഒരു പേടിയില്ല, അവൻ ചാടി തുള്ളി ഇറങ്ങും, ഈ കാട് കൂടെ ഇറങ്ങും. പക്ഷെ എനിക്ക് ഞാൻ നോക്കി കണ്ടൊക്കെയാണ് ഇറങ്ങുള്ളൂ, എൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് കുറേ നേരം ഞാൻ എൻ്റെ കുറേ പട്ടിച്ചോയൊക്കെ ഉണ്ടായിരുന്നു, കുറേ വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നന്നായിട്ട് കാടാണ് കേട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ. ഇവിടെ കുറേ ചേട്ടന്മാർ കുളിക്കുന്നത് കണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫോറസ്റ്റിലോട്ടാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കപ്പിൾസിന് വരുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ട് വരുമ്പം ഭയങ്കര ഒരു ബോറായിട്ട് തോന്നും. കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, അവർക്ക് പറ്റുന്ന സാഹചര്യം അല്ലല്ലോ ഇവിടെ. അപ്പോൾ കപ്പിൾസൊക്കെ വരാണെങ്കിൽ നല്ല രസമാണ്. അവർക്ക് ഒരുപാട് നേരം ശാന്തമായിട്ടിരുന്ന് സംസാരിക്കാൻ, ഫോട്ടോസ് എടുക്കാൻ, വീഡിയോസ് എടുക്കാൻ, അവർക്ക് അവരുടേതായ രീതിക്ക് എൻജോയ് ചെയ്യാൻ. ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ബിരിയാണി കടയുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല സൂപ്പർ ബിരിയാണി കിട്ടും, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വൈകുന്നേരമാണ് വന്നത്.